ഒരാഴ്ചക്കാലം മലയൻകീഴിൻ്റെ രാവും പകലും ഉത്സവാഘോഷ തിമിർപ്പിലാണ്. മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് തുടക്കമാകുമ്പോൾ ഒരു നാടിൻ്റെ ആകെ ഉത്സവാഘോഷങ്ങൾക്ക് കൂടി തിരി തെളിയുകയാണ്. കൊടിയേറ്റം കഴിഞ്ഞാൽ പിന്നെ തിരുവാഭരണ ഘോഷയാത്രയ്ക്കായുള്ള കാത്തിരിപ്പ്. 6-ാം തീയതി വൈകിട്ട് 6-ന് മലയം ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മലയൻകീഴ് ജംഗ്ഷനിൽ സ്വീകരണം നൽകും. 6:30-ന് തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധന. 7-ാം തീയതി രാവിലെ 11 മണിക്ക് ഉത്സവ ബലിദർശനം. തുടർന്നുള്ള 3 ദിവസവും ഉത്സവ ബലി പൂജയുണ്ട്. 9-ാം തീയതി രാത്രി 7-ന് മാധവമുദ്ര പുരസ്കാര സമർപ്പണമാണ്. 10-ാം തീയതി വൈകിട്ട് ക്ഷേത്രത്തിൽ ലക്ഷദീപം ഒരുക്കും. 11-ാം തീയതി രാത്രി 8-ന് വിശേഷാൽ നിറപറയും തുടർന്ന് വലിയ കാണിക്കയും. 11-ന് പള്ളിവേട്ട എഴുന്നള്ളത്ത്. 12-ന് വൈകിട്ട് 4:30-നാണ് കൊടിയിറക്കം. തുടർന്ന് ആറാട്ട് ഘോഷയാത്ര കുഴക്കാട് ഭഗവതി ക്ഷേത്ര കടവിലേക്ക് പുറപ്പെടും. വെളുപ്പിന് 4-ന് ഘോഷയാത്ര തിരിച്ചെത്തി ആറാട്ട് കലശത്തോടെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ മലയൻകീഴിന് അറിയപ്പെടുന്നത് കൃഷ്ണൻ്റെ പേര് തന്നെയാണ്. കൃഷ്ണനില്ലെങ്കിൽ ഇവിടെ മലയൻകീഴില്ല എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾക്ക് മലയൻകീഴുകാർക്ക് ഈ ക്ഷേത്രവുമായിട്ട് ദേവനെയും മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്.